സന്തോഷമായി മക്കളെ, ഞങ്ങൾക്ക് സന്തോഷമായി. എത്ര എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് സന്തോഷമാണ്. സ്വപ്നം കാണാൻ ഒക്കാത്തൊരു വീട് എല്ലാവരും പോയിട്ട് തന്ന്. മനുഷ്യൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നത് എല്ലാവർക്കും വേണ്ട കാരുണ്യവും ദൈവവും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് പരിഹാരം കാണുക എന്ന ഒരു വലിയ ലക്ഷ്യം എൻ്റെ പിന്നിലുണ്ടായിരുന്നു. 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് 7.5 വർഷം ഞാൻ ഇതിനകത്ത് കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെ ഇത്തരണത്തിൽ നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും, ഞങ്ങളുടെ നാടിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അഭിമാനവും ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്. കനത്ത മഴയിൽ വീട് തകർന്നുപോയ ജമാഅത്തിലെ ജാസ്മിൻ്റെ വീട് കാണാൻ പോയതാണ് ഏരൂർ ജമാഅത്തിലെ ഭാരവാഹികൾ. അപ്പോഴാണ് തൊട്ടടുത്ത് ഹിന്ദു സമുദായത്തിലെ ഹൃദ്രോഗിയായ സജികുമാർ തകർന്ന വീടിനുള്ളിൽ 2 പെൺകുട്ടികളുമായി നരകിക്കുന്ന കാഴ്ച കാണുന്നത്. പിന്നീടാണ് ആ കാരുണ്യമുണ്ടാകുന്നത്. ജാസ്മിനൊപ്പം സജിയെയും കുടുംബത്തെയും ജമാഅത്ത് ചേർത്ത് നിർത്തുന്നു. ജനങ്ങളെയും വിവിധ വാട്സപ്പ് കൂട്ടായ്മകളുടെയും പ്രവാസി സഹോദരങ്ങളുടെയും സഹായത്തോടെ 2 വീടുകളാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കി നൽകിയത്. കാരുണ്യത്തിന് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച ആ നന്മ നിറഞ്ഞ വാർത്തയുടെ വിശേഷങ്ങൾ കാണാം. 7.5 വർഷം കൊണ്ട് താമസിച്ച നമ്മുടെ ഒരു കുടിൽ ഷെഡാണിത്. 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് 7.5 വർഷം ഞാൻ ഇതിനകത്ത് കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സമയം നോക്കി പാല് കാച്ച് നടത്തി ഇങ്ങോട്ട് മാറാനായിട്ട് വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. സുരക്ഷിതമായിട്ട് എനിക്ക് ഇച്ചിരി ഇട്ടിപ്പോയാലും എൻ്റെ കുഞ്ഞുങ്ങളെ അടച്ചുറപ്പുള്ള വീട്ടിനകത്ത് താമസിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു, ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു വീട് വരുമെന്നും ഞങ്ങൾ വെക്കുമെന്നും വിചാരിച്ചില്ല. ഇടയിലെ നാട്ടുകാരും വീട്ടുകാരും പിന്നെ നമുക്ക് വീട് കിട്ടാതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനൊരു വീട് ഉണ്ടെന്നും വിളിച്ച് എനിക്ക് തന്നതാണ്. ഞാൻ ഇല്ല, എന്നെക്കൊണ്ട് ഒരിക്കലും ഒരു വീട് വെക്കാൻ പറ്റത്തില്ല. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഒരാൾക്ക് 14 വയസ്സും ഒരാൾക്ക് 10 വയസ്സും. 70 വയസ്സായ ഒരു അമ്മയും ഞാനും എൻ്റെ വൈഫും അങ്ങനെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അപ്പം ഈ നാട്ടിലെ ജനങ്ങളും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടി വിദേശികളും എല്ലാം കൂടി എനിക്കൊരു വീട്. ഈ ജനങ്ങളോടും നാട്ടുകാരോടൊന്നും ഒരു വാക്കിൽ പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക്. ജാസ്മിയുടെ വീടാണ് പെട്ടെന്നില്ല പേമാരിയിൽ തകർന്നു പോകുന്നത്. ആ സമയത്ത് നമ്മൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ അവസ്ഥയും വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ ഇതും കൂടെ ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചു. വലിയൊരു മനുഷ്യൻ്റെ നന്മയുടെ ഒരു കൂട്ടായ്മ ഇതിനകത്ത് കാണുന്നുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ളവരും. പ്രത്യേകിച്ച് ഈ പ്രദേശം, ഞങ്ങളുടെ ഈ പ്രദേശം 10 അടി കാഞ്ഞുവേലുള്ള പ്രദേശത്ത് നിരവധി വാട്സപ്പ് കൂട്ടായ്മകൾ, അതിൽ പ്രവാസികളാണ് കൂടുതൽ. ഇവിടെ നിന്ന് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു വലിയ അകമഴിഞ്ഞ സഹായം, അത് അവരുടെ വിയർപ്പിൻ്റെ, അവരുടെ കഷ്ടപ്പാടിൻ്റെ നല്ലൊരു ഫലം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും മഹത്തരമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയും ഒക്കെ ആവുന്നതിലൊക്കെ നമുക്കും വലിയ അഭിമാനമാണ്. നമുക്ക് അറിയാമല്ലോ, നമുക്ക് മറ്റ് നിയമപരമായ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപാട് താമസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി വേഗത്തിൽ നമുക്കിത് ചെയ്യുവാൻ പറ്റി. വളരെ അഭിമാനമുണ്ട്. എല്ലാവരോടും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇത്തരണത്തിൽ നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും, ഞങ്ങളുടെ നാടിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അഭിമാനവും ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്. ഏതാണ്ട് 1 വർഷത്തോളമായി നമ്മൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ഏരൂർ മുസ്ലിം ജമാഅത്തിലെ അംഗമായ ജാസ്മിൻ എന്ന സഹോദരിയുടെ വീട് കാറ്റിലും പേമാരിയിലും തകർന്നു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സഹോദരിക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊരാവശ്യമായി ഏരൂർ മുസ്ലിം ജമാഅത്ത് മുന്നിട്ടിറങ്ങി ഈ പ്രദേശത്തെ നല്ലവരായ ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഭവന നിർമ്മാണ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഏതാണ്ട് 2 വർഷം മുമ്പ് ഈ ജാസ്മിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു സഹോദരൻ സജികുമാർ വാസുദേവൻ എന്ന ഒരു വ്യക്തിയുടെ, അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ്, 2 പെൺമക്കളുള്ള കുടുംബനാഥനാണ്. ഇത് 2 വർഷമായി ഒരു കുടിലിലാണ് കഴിഞ്ഞു വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടി ഒരു അപേക്ഷ ഏരൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ മുമ്പാകെ വരികയും അത് നമ്മൾ അനുകൂലമായി പരിഗണിക്കപ്പെടുകയും മനുഷ്യത്വപൂർണ്ണമായി അതിനുകൂടി ഒരു പരിഹാരം കാണേണ്ടുന്നത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ് എന്ന് ജമാഅത്ത് കരുതുകയും ചെയ്തപ്പോഴാണ് ഈ 2 ഭവനങ്ങളുടെയും വീട് ഒരേപോലെ പൂർത്തിയാക്കി കൊടുക്കണമെന്ന ഒരു കൂട്ടായ തീരുമാനത്തിൽ. ഈ ജമാഅത്തിന് മാത്രമല്ല, ഈ നാടിന് മൊത്തത്തിൽ ഇതൊരു അഭിമാനമാണ്. കാരണം ഈ മതങ്ങൾ ഏതായാലും കാരുണ്യവും സാഹോദര്യവുമാണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ആ നിലയ്ക്ക് ആ ഒരു പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞത്, അത് മാത്രമല്ല വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഏരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ മാത്രം പണമല്ല, നമ്മളിതിനൊരു നേതൃത്വം കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. 10 അടി മുസ്ലിം ജമാഅത്തും അവരാൽ കഴിയുന്ന ആ സഹായങ്ങൾ അവരുടെ കമ്മിറ്റിയും നമ്മളോട് ചേർന്ന് നിന്നു. വിവിധ സമുദായ സംവിധാനങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ
ഇവരെല്ലാം ഇതിൻ്റെ നന്മയെ തിരിച്ചറിഞ്ഞ് കൂടെ നിന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഒരു മുസ്ലിം ജമാഅത്തിൽ തന്നെ ധാരാളം ഇതുപോലുള്ള ആവശ്യക്കാരുണ്ട്, ഇല്ലെന്നല്ല. അദ്ദേഹം ഏത് ജാതിയിലോ മതമോ ആയിക്കൊള്ളട്ടെ, അത് തിരിച്ചറിഞ്ഞ് അതിനെ സംയോജിതമായി ഇടപെട്ട് പരിഹാരം കാണുക എന്നത് എല്ലാവരുടെയും കൂടി ബാധ്യത. വീട് 550 സ്ക്വയർ ഫീറ്റാണ് വീട്. 2 വീട് ഒരേ പ്ലാനും ഒരേ സ്ട്രക്ചറുമാണ്. 2 വീടിൻ്റെ നിർമ്മാണം ഒരേ രീതിയിൽ തന്നെയാണ് പൂർത്തിയാക്കിയത്. 2 സിറ്റ് ഔട്ട്, ഹാള്, കിടപ്പുമുറി, 2 കിടപ്പുമുറി, ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കിടപ്പുമുറി, പിന്നീട് എല്ലാ സൗകര്യമുള്ള ഒരു അടുക്കള അടങ്ങുന്ന ഒരു വീടാണ്. മനുഷ്യർ സങ്കുചിതമായി ചിന്തിക്കുകയും പെരുമാറപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ മതങ്ങൾ എന്നത് ഏത് മതമായിക്കൊള്ളട്ടെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം കരുണയാണെന്നും സാഹോദര്യമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിന് പിന്നിലുള്ളത്. അല്ലാതെ ഞങ്ങൾ ചെയ്തൊരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അതിൽ ചില നന്മ ഉണ്ട്. ആ നന്മ ഈ നാട് തിരിച്ചറിയുന്നുണ്ടെന്നതാണ് അതിലേറെ